മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സംഘർഷം പുകയുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവിന് നേരെയുണ്ടായ ആക്രമണം കലാപത്തിലേക്ക് നീങ്ങിയപ്പോൾ കത്തിയമർന്നത് ബസ്സുകളും പൊതുമുതലുകളും. തരാനയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നഗരം ഇപ്പോൾ കനത്ത പോലീസ് വലയത്തിലാണ്. ജനുവരി 22-ന് മധ്യപ്രദേശിലെ ഉജ്ജയിനി ജില്ലയിലെ തരാനയിലാണ് സംഭവങ്ങളുടെ തുടക്കം. വിശ്വ ഹിന്ദു പരിഷത്ത് നഗരമന്ത്രി സൊഹൈൽ താക്കൂറിനെ സുക്ല ഗാലയിലെ രാമക്ഷേത്രത്തിന് സമീപം വെച്ച് ഒരു സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. ഇഷാൻ മിർസ എന്നയാളും സംഘവും സൊഹൈലിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയും വാക്കുതർക്കം പിന്നീട് ക്രൂരമായിട്ടുള്ള ആക്രമണത്തിൽ കലാശിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ സൊഹൈലിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ ഉടൻ തന്നെ ഉജ്ജയിനിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ വാർത്ത നാടാകെ പരന്നതോടെ നഗരത്തിൽ ഒരു അസ്വസ്ഥത രൂപപ്പെടുകയും അക്രമം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. അക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടം വീടുകൾക്ക് നേരെ കല്ലെറിയുകയും ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന 11 ബസ്സുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇതിലൊരു ബസ് പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ പോലീസിന് മറ്റു വഴികളില്ലാതെ ലാത്തി വീശി ഓടിക്കുകയും അതുപോലെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ 300ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മധ്യപ്രദേശ് ഭരണകൂടം പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് പോലീസ്. വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്ന പ്രതികളിൽ സപ്പാൻ മിർസ, ഇഷാൻ മിർസ, ഷാദാബ്, സൽമാൻ, റിസ്വാൻ, നവേദ് എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. ഇവരിൽ 5 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഒളിവിലുള്ള പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാണ്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ നിലവിലുണ്ട്. സംഭവത്തിന് ശേഷമുള്ള ദിവസങ്ങളിലും തരാനയിൽ സംഘർഷാവസ്ഥ അയഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച വിപണികൾ പൂർണ്ണമായും അടച്ചിട്ടു. ഇതിനിടെ മുൻ കൗൺസിലർ ആസാദ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള ആക്രിക്കടയ്ക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തിയെങ്കിലും ഇത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. അതേസമയം പ്രതികൾക്കെതിരെ ബുൾഡോസർ നടപടി ഉൾപ്പെടെയുള്ള കർശന ശിക്ഷ ആവശ്യപ്പെട്ട് VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് ഹനുമാൻ ചാലിസ ചൊല്ലി പ്രതിഷേധിച്ച പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. പ്രതികളുടെ വീടുകൾ പൊളിച്ചു നീക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഉജ്ജയിനിലെ സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള തീവ്രമായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് മധ്യപ്രദേശ് ഭരണകൂടം. ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് മലയാളം.